അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. എല്ലാവർക്കും അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയും നമുക്ക് നൽകിയ എല്ലാ ഉപജീവന മാർഗങ്ങളിൽ അള്ളാഹു വിശാലതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം ക്ലാസ്സുകളിലൂടെ നല്ല നല്ല ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ യജമാനനായ റബ്ബിൻ്റെ പാതയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് സച്ചരിതരാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്രദമായ ഒരു ദുആഇനെ സംബന്ധിച്ചാണ്. ആ ദുആ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ചരിത്രങ്ങളിലൂടെ പറയുകയാണ്. അള്ളാഹു നന്നായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മഹാനായ ഒരു പ്രവാചകനാണ് ബഹുമാന്യനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിനോട് സംസാരിച്ച നബിയാണ് ബഹുമാന്യനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ഫിറഔനിനോട് ധീരമായി നിൽക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി അതിശക്തമായി പൊരുതുകയും ചെയ്ത, വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത മഹാനായ ധീരനായ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ. അദ്ദേഹം വലിയ കാരുണ്യത്തിൻ്റെ മനസ്സിനുടമയായിരുന്നു. അദ്ദേഹത്തിന് ആരെങ്കിലും പ്രയാസങ്ങളിലോ വിഷമങ്ങളിലോ ദുരിതങ്ങളിലോ അകപ്പെട്ടാൽ അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പ്രവാചകന്മാരെല്ലാം അങ്ങനെയാണ്. ഏതെങ്കിലും ജനങ്ങൾക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നേരിട്ടാൽ അതിൽ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ നീക്കിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകന്മാരുടെ സ്വഭാവമാണ്. ബഹുമാന്യനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്രകാരമായിരുന്നു. അദ്ദേഹം ധീരനാണെങ്കിലും അതോടൊപ്പം തന്നെ അദ്ദേഹം ഫിറഔനിനോട് അതിശക്തമായി അദ്ദേഹം നിൽക്കുമായിരുന്നു. എങ്കിലും പാവങ്ങളായ സാധുക്കളായ അശരണരായ ആളുകളോട് അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെയും ഒരു പിതാവിനേക്കാളേറെ സ്നേഹവായ്പോടും കൂടെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമയുടെ ജനനാനന്തരമുണ്ടായ സംഭവങ്ങൾ വളരെ പ്രസിദ്ധമാണ്, അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടവും ഒക്കെയുള്ള പ്രവാചകനാണ് മൂസാ നബി അലിഹിസ്സലാം. ബഹുമാന്യനായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞല്ലോ. പാവപ്പെട്ട ആളുകളോട് വല്ലാത്ത സ്നേഹമാണെന്ന് പറഞ്ഞല്ലോ. ഒരിക്കൽ ഫിറഔനിൻ്റെ ആളുകളിൽപ്പെട്ട ഖിബ്തുകളിൽപ്പെട്ട ഒരാൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഒരു സാധുവിനെ ശക്തമായി മർദ്ദിക്കുന്നത് കാണാനിടയായി. അങ്ങനെ ബഹുമാന്യനായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാം ആ പ്രശ്നത്തിൽ ഇടപെട്ട്, ചിലപ്പോൾ അങ്ങനെയാണല്ലോ, ചില ആളുകൾ നല്ല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതവർക്ക് എന്തെങ്കിലുമൊക്കെ വിപത്തായി ഭവിക്കുന്നത് പോലെ ബഹുമാന്യനായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമയ്ക്കും ചില സംഗതികൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഉണ്ടായി. അവസാനം ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് അവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടതായ ഒരവസ്ഥ വന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമ മദിയൻ എന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. താൻ ജനിച്ചു വളർന്ന നാടാണ്. ആ നാട്ടിൽ നിന്നുമാണ് ബഹുമാന്യനായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. പരിചിതമല്ലാത്തൊരു നാടാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്നുപോലും അറിയാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ബഹുമാന്യനായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമയുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ദൂരം സഞ്ചരിച്ച് മദിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ വലിയൊരു കിണർ കണ്ടു. ആ കിണറ്റിൽ നിന്നുമാണ് ആളുകൾ അവരുടെ കാലികൾക്കും അവരുടെ ജീവിതോപാധികൾക്കും ആവശ്യമായ വെള്ളം സംഭരിക്കുന്നത്. അങ്ങനെ ആളുകളെല്ലാം അവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ആളുകളെല്ലാവരും വെള്ളം കോരി, ആരോഗ്യവാന്മാരായ ആളുകൾ നേരത്തെ കോരി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബഹുമാന്യനായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമയ്ക്ക് കാണാനിടയായി അവിടെ രണ്ട് സ്ത്രീകൾ ആ തിക്കിലും തിരക്കിലൊന്നും പെടാതെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ബഹുമാന്യനായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവരോട് ഒരു പിതാവിനേക്കാളേറെ വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നി. അങ്ങനെ ആ ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കിണറിനൊരു മൂടിയുണ്ട്. ആ മൂടി തുറന്നിട്ട് വേണം വെള്ളമെടുക്കാൻ. അവരെല്ലാവരും പോയപ്പോൾ അവർ മൂടി അടച്ചിട്ടാണ് പോയത്. സാധുക്കളായ രണ്ട് സ്ത്രീകളാണ്. അവർക്ക് ആ മൂടി ഉയർത്താൻ കഴിയുന്നില്ല. 10 പേർ ചേർന്ന് അലല്ലാതെ ആ മൂടി ഉയർത്താനും സാധ്യമാവുകയില്ല. ബഹുമാന്യനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോഗ്യ ദൃഢഗാത്രനാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ അവരുടെ ആ കഷ്ടപ്പാട് കണ്ടപ്പോൾ അവർക്ക് ആ മൂടി നീക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട വെള്ളമെടുക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു.
എന്നിട്ട് അദ്ദേഹത്തിന് ആരുമില്ല, ഏകാഗിയാണ് ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ. അദ്ദേഹത്തിന് വീടില്ല, കുടുംബമില്ല, എവിടെ താമസിക്കുമെന്നറിയില്ല, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. വല്ലാത്തൊരവസ്ഥയിലാണ് ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുള്ളത്. അങ്ങനെ അദ്ദേഹം ഈ സ്ത്രീകൾക്ക് സഹായമെല്ലാം ചെയ്തു കൊടുത്തിട്ട് അദ്ദേഹം മരത്തണലിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു നാട്ടിൽ പോയാൽ പരിചയക്കാരില്ലാത്ത, നമ്മുടെ വിശേഷങ്ങൾ തിരക്കാനില്ലാത്ത, നമ്മളെ അറിയാത്ത, കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് അറിയാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അപ്രകാരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദുആ ചെയ്തു സഹോദരങ്ങളെ. ആ ദുആയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അദ്ദേഹം പറഞ്ഞ ദുആ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസിൽ കാണാൻ കഴിയും. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മരത്തണലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നീ ഇറക്കി തരുന്ന സർവ്വ അനുഗ്രഹങ്ങൾക്കും സർവ്വ നന്മകൾക്കും ഞാൻ ആവശ്യക്കാരനാണ് പടച്ചവനെ എന്ന് ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അള്ളാഹുവേ, നീ എനിക്ക് ഇറക്കി തരുന്ന സർവ്വ നന്മകൾക്കും ഞാൻ ആവശ്യക്കാരനാണ് പടച്ചവനെ എന്ന് ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ദുആ ചെയ്ത് തീർന്നില്ല, ഉടനെ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് ഉത്തരം നൽകുകയാണ്. ആ പോയ സ്ത്രീകൾ ബഹുമാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ്. സാധാരണ തൻ്റെ മക്കൾ ഈ വെള്ളമെടുക്കാൻ പോയിട്ട് വളരെ താമസിച്ചാണ് വരുന്നത്. കാരണം എന്തെന്നാൽ ഈ മൂടിയെല്ലാം നീക്കി കഷ്ടപ്പെട്ട് അവർ നീക്കി വെള്ളമെടുത്തുകൊണ്ടായിരിക്കും അവർ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് പതിവിലും നേരത്തെ എത്തിയപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാര്യം അന്വേഷിച്ചപ്പോൾ ഇന്ന പോലെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹമാണ് ഞങ്ങളെ സഹായിച്ചത് എന്നെല്ലാം പറയുകയാണ്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തുടർന്ന് ചരിത്രം വിശാലമാണ്. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. സഹോദരങ്ങളെ, ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഈ ദുആയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് താമസിക്കാൻ സൗകര്യം ലഭിച്ചു. അദ്ദേഹത്തിന് ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിരുന്നു, അതെല്ലാം കിട്ടി. എന്ന് വേണ്ട അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദുആ നിമിത്തമായി നടത്തിക്കൊടുത്തു എന്നാണ് സഹോദരങ്ങളെ. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ജീവിതത്തിൽ. വിവാഹം നടക്കാത്ത ധാരാളം ആളുകളുണ്ട്. എത്രയോ നാളുകളായി വിവാഹം അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. നല്ലൊരു വധുവിനെ, നല്ലൊരു വരനെ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ലഭിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഈ ദുആ പറയിൻ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഒരുപാട് കടങ്ങളുണ്ട്, തീരാത്ത കടങ്ങളാണ്. ഒരുപാട് വാതിലുകളിൽ മുട്ടി കടം വീട്ടാൻ യാതൊരു നിർവാഹവും ഇല്ലാതെ വലിയ പ്രയാസത്തിൽ കഴിയുകയാണ്. ഈ ദുആ പറയൂ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. സഹോദരങ്ങൾ, ഒരുപാട് രോഗങ്ങളുണ്ട്, വിട്ടുമാറാത്ത രോഗങ്ങൾ നമ്മളെ ഇങ്ങനെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ രോഗം മാറും. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് ദുആ ചെയ്യും സഹോദരങ്ങളെ, അള്ളാഹു നേടിത്തരും. അങ്ങനെ ജീവിതത്തിൽ ഏതെല്ലാം ആവശ്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് പഠന മികവ്, ബുദ്ധി, ഓർമ്മ, നിങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളാകണം, നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത വരണം, സമ്പത്ത് കൈവരണം, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, ഹലാലായ ഏതൊരാവശ്യം നിങ്ങൾക്കുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അള്ളാഹു വീട്ടിത്തരും. ഈ ദുആ പറയിൻ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി ദുആ ചെയ്യും. ഒന്നുമില്ലാതിരുന്ന, മുന്നിൽ ശൂന്യമായിരുന്ന, മുന്നിൽ വട്ടപൂജ്യമായിരുന്ന കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു തുടർന്ന് അനുഗ്രഹങ്ങൾ ഒഴുക്കി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് താമസിക്കാൻ ഇടമായി, ഭക്ഷണം ലഭിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന് ജോലി അള്ളാഹു നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അള്ളാഹുവുമായി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. അതോടൊപ്പം തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ പദവി നൽകി. ഏറ്റവും വലിയ ഭരണാധികാരിയായ ഫിറഔനിനോട് സംവദിക്കാനുള്ള എല്ലാ ശേഷിയും അള്ളാഹു നൽകി. ചരിത്രത്തിൽ ഉലുൽ അസ്മുകളുടെ സ്ഥാനത്തിലേക്കെത്താൻ, ദൃഢമാനസരായ പ്രവാചകന്മാരുടെ സ്ഥാനത്തേക്കെത്താൻ ബഹുമാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സാധ്യമായി. അതെല്ലാം ഈ ദുആയാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമുണ്ടോ ആ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഈ ദുആ മാത്രം മതി സഹോദരങ്ങളെ.
ആയതിനാൽ ഈ ദുആ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നാം ചെയ്യുക. നമ്മുടെ ഏതൊരാവശ്യമുണ്ടോ ആ ആവശ്യത്തിന് ഇറങ്ങുമ്പോഴെല്ലാം നാം ഈ പ്രാർത്ഥന പറയുക, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്, അള്ളാഹുവെ നീ ഇറക്കി തരുന്ന സർവ്വ നന്മകൾക്കും ഞാൻ ആവശ്യക്കാരനാണ് പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് പറയിൻ. തീർച്ചയായും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോളം അനുഗ്രഹം നമുക്ക് ലഭിച്ചില്ലെങ്കിലും, മൂസാ നബി പ്രവാചകത്വമൊക്കെ ലഭിച്ചു, അത്രത്തോളം വലിയ ഒരു ദറജയിലേക്കൊന്നും നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും ഇൻഷാ അള്ളാഹ് ഭൗതികവും ആത്മീയവുമായ സകല അനുഗ്രഹങ്ങളും വിശാലതകളും നമ്മുടെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടും, സന്തോഷവാന്മാരാകും, അനുഗ്രഹത്തിൻ്റെ തേരിലേറി നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഉറപ്പാണ് സഹോദരങ്ങളെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ആശ്വാസമായി, സമാധാനമായി, ഉയർച്ചയായിട്ടല്ലാതെ അവതീർണമാക്കിയിട്ടില്ല. അതിലുള്ള ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും നമുക്ക് ഉന്നതിയിലേക്ക് എത്താനുള്ള വഴിയാണ് സഹോദരങ്ങളെ. ആയതിനാൽ ഈ ദുആ നിത്യമാക്കുക, കാണാതെ പഠിക്കുക, ജീവിതത്തിൽ എല്ലായ്പ്പോഴും നാം ചെയ്യുക. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ നീ ഞങ്ങൾക്ക് സർവ്വ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാ. പടച്ചവനെ ഭൗതികവും ആത്മീയവുമായ സകലാനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ പടച്ചവനെ. ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ട് റബ്ബേ, അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. സന്തോഷദായകമായ ജീവിതം ഇഹത്തിലും പരത്തിലും തരണേ അല്ലാ. കടങ്ങൾ കൊണ്ട് വലയുന്ന ധാരാളം ആളുകളുണ്ട് റബ്ബേ, പടച്ചവനെ അവരുടെ കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. പടച്ചവനെ രോഗം ഗ്രസിച്ച് വല്ലാത്തൊരവസ്ഥയിലൂടെ കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട് റബ്ബേ. അള്ളാഹു അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും ആശ്വാസവും സമാധാനവും ജീവിത വിശുദ്ധിയും നീ നൽകണേ പടച്ചവനെ. എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കുവാനും മനുഷ്യത്വത്തോടെ എല്ലാവരോടും ഇടപെടാനും അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ സന്തോഷദായകമായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് അവസരമൊരുക്കണേ പടച്ചവനെ. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നുമെല്ലാം നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.